ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. നിസായിലെ വിശുദ്ധനായ ഗ്രിഗോറിയോസ് ഇപ്രകാരം തൻ്റെ ചിന്തകളിൽ കോറിയിടുന്നുണ്ട്. മനസ്സ് മലിനമായും കഠിനമായും ഇരിക്കുന്ന ഒരു മനുഷ്യന് ദൈവത്തെ അറിയുവാനോ സ്വീകരിക്കുവാനോ പ്രസംഗിക്കുവാനോ സാധിക്കില്ല. മനസ്സ് വികല സങ്കല്പങ്ങളിൽ നിന്ന് വിമുക്തമായി ശുദ്ധമാകുമ്പോൾ അവന് ദൈവത്തെ കാണുവാൻ അറിയുവാൻ സാധിക്കുന്നു. വിശുദ്ധന നോമ്പിൻ്റെ തീർത്ഥാടനത്തിലൂടെ യാത്ര ചെയ്ത് ഉയർപ്പിൻ്റെ തിരുനാളിനെ ലക്ഷ്യമാക്കി ആ പ്രകാശത്തെ കാണുവാൻ തക്കവണ്ണം, പ്രകാശത്തിൻ്റെ പെരുന്നാളിലേക്ക് ചെന്നെത്തുവാൻ തക്കവണ്ണം നോമ്പാലും ഉപവാസത്താലും പ്രാർത്ഥനയാലും ആരാധനയാലും നാം സഞ്ചരിക്കുന്ന ആ വലിയ തീർത്ഥാടനത്തിലൂടെ നാം യാത്ര ചെയ്യുകയാണ്. ഫിലിപ്പിയാലേഖനം 4-ാം അധ്യായം 8-ാം വാക്യത്തിൽ പ്രകാരം സാക്ഷിക്കുന്നുണ്ട്: സഹോദരന്മാരെ, സത്യമായതൊക്കെയും നീതിയായതൊക്കെയും നിർമ്മലമായതൊക്കെയും മനോഹരമായതൊക്കെയും ആദരണീയമായതൊക്കെയും വിശിഷ്ടമോ അഭിനന്ദർഹമോ ആയതൊക്കെയും നിങ്ങൾ ചിന്തിച്ചു കൊള്ളണം. യഥാർത്ഥത്തിൽ ഈ നോമ്പിൻ്റെ കാലഘട്ടത്തിൽ നമ്മുടെ ചിന്തകൾക്കും നമ്മുടെ വിചാരങ്ങൾക്കുമെല്ലാം ദൈവസന്നിധിയിലേക്കുള്ള ഒരു യാത്ര, ദൈവ സാന്നിധ്യ ബോധ്യമുള്ള ഒരു യാത്ര നമ്മളെല്ലാവരും ചിന്തിക്കുകയും നമ്മുടെ എല്ലാം ജീവിതചര്യകളിൽ അത് എപ്പോഴും നിലനിർത്തേണ്ടുന്ന കാര്യമാണ്. പരിശുദ്ധ പിതാക്കന്മാർ നമ്മെ അതിനായി ഈ ആരാധനയുടെ ചിന്തകളിൽ, ഈ പ്രാർത്ഥനയുടെ ചിന്തകളിൽ നമ്മെ എല്ലാവരെയും ഒരുക്കുന്നുണ്ട്. സത്യമായത് ചിന്തിക്കുവാൻ, നീതിയുള്ളത് ചിന്തിക്കുവാൻ, നിർമ്മലമായ വഴികളിൽ കൂടി സഞ്ചരിച്ച് നിർമ്മലമായത് ചിന്തിക്കുവാൻ, വിശിഷ്ടമായ നല്ല ജീവിതങ്ങളെ ലോകത്തിനും സമൂഹത്തിനും നാം ആയിരിക്കുന്ന ചുറ്റുപാടിനും പകർന്നു നൽകുവാൻ ഈ നോമ്പിൻ്റെ കാലഘട്ടത്തിൽ സാധ്യമാകുമ്പോഴാണ് നമ്മളൊക്കെ യഥാർത്ഥ ക്രൈസ്തവ സമൂഹമായി മാറുന്നത്. ഈ നോമ്പിൻ്റെ കാലഘട്ടത്തിൽ അതിനായി നമുക്കൊന്ന് പരിശ്രമിക്കാം. ഈ നോമ്പിൻ്റെ കാലഘട്ടത്തിൽ ഈ പ്രാർത്ഥന ചൊല്ലുമ്പോൾ അതിലേക്ക് നമുക്കൊന്ന് ഇഴുകിച്ചേരാം. അതാണ് ക്രിസ്തു ആഗ്രഹിക്കുന്നത്. അതാണ് പിതാക്കന്മാർ നമുക്ക് കാണിച്ചു തന്നിട്ടുള്ളത്. അതാണ് പരിശുദ്ധ പിതാക്കന്മാർ നമുക്കായി ഒരുക്കിയിട്ടുള്ളത്. ആ തലത്തിലേക്ക് ചിന്തിക്കുവാനും ആ തലത്തിൽ കൂടി സഞ്ചരിക്കുവാനും അതിലൂടെ യാത്ര ചെയ്ത് പുനരുത്ഥാനത്തിൻ്റെ വലിയ നാളിൽ ചെന്നെത്തി ക്രിസ്തുവിൻ്റെ മഹത്വത്തെ ദർശിക്കുവാൻ നമുക്കിടയാകട്ടെ. ഈ നോമ്പിൻ്റെ വിചാരങ്ങൾ നമുക്കതിന് സാധ്യമായി മാറട്ടെ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.